അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു യാസീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 78 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമപ്രകാരം ഓതി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 79ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറഹ് വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. തജ്വീദ് നിയമം ഒന്ന് നോക്കാട്ടോ. ഖുൽ ഖുൽ ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നാവിൻ്റെ മുരട് ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. അപ്പോൾ ഖുൽ കുൽ എന്ന് ഓതരുത്. ഖുൽ ഖുൽ യുഹീ യുഹീ യുഹ് ഇവിടെ ഹന് ഹാഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കേട്ടോ. യുഹ് യുഹ് ഇന്റെ കൂടെ മദ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ യുഹ് ഈ എന്ന് രണ്ടനക്കം നീട്ടിക്കൊടുക്കുന്നു. സാധാരണ മദ് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. യുഹ് ഈ ഓക്കെ. യുഹീഹല്ലദീ യുഹീഹ ഇവിടെ നീട്ടാനുണ്ട്, പക്ഷെ ഇവിടെ നീട്ടി ഓതില്ല കേട്ടോ. കാരണം ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാലും മദ്ദക്ഷരങ്ങൾ വന്നാലും എന്ത് ചെയ്യില്ല, നീട്ടില്ല, കൂട്ടി ചേർത്ത് ഓതു അല്ലേ, നമ്മൾ പഠിച്ചതാണ്. യുഹീഹല്ലദീ ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് കേട്ടോ, ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. അല്ലദീ ഇവിടെ മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഏതാണ് നിയമം നമ്മൾ പഠിച്ചത്? ഒരു പദത്തിൽ മദ് വന്നു, മദ്ദക്ഷരം വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ ഏതാണ് നിയമം? മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്ത് മുതൽ 4 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി ദീർഘിപ്പിച്ചോതാവുന്നതാണ്. ഓക്കെ. അല്ല യുഹീഹല്ലദീ ഓക്കെ. അൻശഅഹാ ഇവിടെ നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മൾ അൻ എന്ന് ഓതില്ല. ഇവിടെയും നോക്കൂ, മദ് ഒരു പദത്തിൽ വന്നു, ഹംസ മറ്റൊരു പദത്തിൽ വന്നു. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ നിയമം തന്നെ. മദ് മുൻഫസിലാണ് അല്ലേ. മദ് മുൻഫസിൽ ഇവിടെ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. അവ്വല വാവിൻ്റെ മുകളിൽ ശ്രദ്ധ ഉണ്ട് കേട്ടോ, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക, ശ്രദ്ധ ഇട്ട് കൊടുക്കുക, കട്ടി കൂട്ടി കൊടുക്കുക. അവ്വല മർറ മുകളിൽ ശ്രദ്ധയുണ്ട്, അവിടെ ഒന്ന് കട്ടി കൂട്ടി ഓതുക. മർറ അവ്വല മർറ. നമ്മൾ നിർത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ. നിർത്തുകയാണെങ്കിൽ നമ്മൾ മർറ ഒരു ഹ സൗണ്ടോട് കൂടെ മർറ എന്ന് പറഞ്ഞ് നിർത്തണം. കൂട്ടി ഓതി പോവുകയാണെങ്കിൽ മർറതൻ വഹുവ എന്നിങ്ങനെ കൂട്ടി ചേർത്ത് ഓതി പോവുക കേട്ടോ. ഓക്കെ. വഹുവ ബികുല്ലി ഖൽഖിൻ. ബികുല്ലി ലാമിന് ശ്രദ്ധയുണ്ട് കേട്ടോ. ബികുല്ലി. പിന്നെ വഹുവ വ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ചു പറയണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. വഹുവ 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 ബികുല്ലി ഖൽഖിൻ. ഇവിടെ നോക്കൂ, ഖൽഖിൻ. ഖാഫിൻ്റെ അടിയിൽ കിസ്റ വന്നിട്ടുള്ളത് രണ്ടും ഒരുമിച്ചാണ് അല്ലേ. അപ്പം നമ്മളവിടെ വ്യക്തമായിട്ട് ഖൽഖിൻ എന്ന് ഓതി കൊടുക്കണം കേട്ടോ. ഖൽഖിൻ അലീം. ഓക്കെ. മദ് ആരിയം നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്തത് 80ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. അല്ലദീ ജഅല ലകും മിനശ്ശജരിൽ അഖ്ദരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ഓക്കെ. തജ്വീദ് നിയമം നോക്കാം. അല്ലദീ നമ്മൾ പറഞ്ഞു ഹംസത്തുൽ വസ്ൽ സ്റ്റാർട്ടിങ്ങിൽ ലാമിൻ്റെ കൂടെ ചേർന്നിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം എന്താണ്? അ അ എന്നുള്ള ശബ്ദം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ
അല്ലദീ. ഓക്കെ, എന്നിങ്ങനെ ഓതി കൊടുക്കുക. ഇവിടെ യാ മദ് ഉണ്ട്, സാധാരണ മദ്, 2 ഹർക്കത്ത് നീട്ടുക കേട്ടോ. അല്ലദീ ജഅല. ജഅല. ഇവിടെ ജാ ഐന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തൊണ്ടേൻ്റെ നടുക്ക് വരുന്ന അക്ഷരമാണ്. ഓക്കെ, അപ്പോൾ ജഅല പറയുമ്പോൾ ശ്രദ്ധിച്ചോതുക കേട്ടോ. ജഅല ലകും മീന. മീമിന് ശേഷം മീമു വന്നാൽ നമ്മൾ പഠിച്ചതാണ്, മണിച്ചു കൂട്ടിച്ചേർക്കണം അല്ലേ. ലകും മി. ലകും മിനശ്ശജരിൽ അഖ്ദരി. മിനശ്ശജരി. ഇവിടെ ഹംസത്തുൽ വസ്ൽ ഉണ്ട്. ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? നൂനിൽ നിന്ന് നേരെ ഷീനിലേക്ക് അങ്ങ് കൊണ്ടുപോകും. മിനശ്ശജരിൽ അല്ലേ. മീനശ്ശജർ. ഷഇനിവിടെ ശ്രദ്ധ വന്നിട്ടുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഷജരിൽ അഖ്ദരി. അഹ് അഹ് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ, കാരണം കൽക്കലയുടെ ലെറ്റർ അല്ല ഹ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. അഹ് അഖ്ദരി. ദ. വായ നിറച്ച് പറയേണ്ട, ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ദ്വാദ്. ദ്വാദ്. ഓക്കെ, അഖ്ദരി. നാറൻ ഫഇദ. നമ്മൾ നാറൻ എന്ന് ഓതൂല കേട്ടോ, കാരണം രണ്ടും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് അല്ലേ. രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ ഓതും? നാറൻ. നാറൻ എന്നോതാതെ നാറൻ ഫഇദ അൻതും. ഇവിടെ നോക്കൂ, ഫഇദ അൻതും. ഇവിടെ ഒരു പദത്തിൽ മദ് വന്നു, മദ്ദക്ഷരം വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഏതാ നിയമം? മദ് മുൻഫസിൽ 2 ഹർക്കത്ത് മുതൽ 4 ഹർക്കത്ത് വരെ നീട്ടി ഓതേണ്ട നിയമമാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. മദ് മുൻഫസിൽ. നൂന്റെ മുകളിൽ സുക്കൂനില്ല, അപ്പൊ നമ്മൾ എങ്ങനെ ഓതും? അൻതും എന്ന് ഓതില്ല. അൻതും അല്ലേ. അൻതും. മീമിന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്തു ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർക്കണം, അറിയാവുന്നതാണ് അല്ലേ. അൻതും മിൻഹു തൂഖിദൂൻ. മീമിന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്തു ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർക്കണം, അറിയാവുന്നതാണ് അല്ലേ. അൻതും മിൻഹു തൂഖിദൂൻ. ഓക്കെ, മിൻഹു തൂഖിദൂൻ. തൂ ന്റെ കൂടെ വാവ് മദ്ദു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. തൂഖിദൂൻ. ഓഫ്. തൂഖി ഖി എന്ന് തന്നെ ഉച്ചരിക്കുക കേട്ടോ. തൂഖിദൂൻ. 2 ഹർക്കത്ത് മുതൽ 6 ഹർക്കത്ത് വരെ നീട്ടി ഓതാവുന്ന മദ് ആരിൽ. ഓക്കെ, അടുത്തതായിട്ട് 81-ാമത്തെ ആയത്ത്. അവലൈസല്ലദീ ഖലഖസ്സമാവാതി والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. تجويد നോക്കാം. അവലൈസ. അവ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വ ചുണ്ടു കൂർപ്പിച്ച് വേണം പറയാൻ കേട്ടോ. അവലൈസല്ലദീ. അവലൈസല്ലദീ. ഇവിടെ 2 യാ മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഖലഖ. ഖ തൊണ്ടയുടെ അക്ഷരാണ് ഖ. ഖാഫ് നാവിൻ്റെ മുരട് ഭാഗവുമാണ്. 2 അക്ഷരങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചോതുക. ഖലഖ. ഖലഖസ്സമാവാതി. സീനിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ, ശ്രദ്ധ വന്നിട്ടുണ്ട്. സമാവാതി. ഇവിടെയൊക്കെ 2 അനക്കം നീട്ടാനുള്ള സാധാരണ മദ്ദാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ, കുഞ്ഞി മദ്. സമാവാതി. വൽ അർദ. വൽ അർദ. അർദ. ദ്വാദ് പറയുമ്പോൾ ഉയർത്തി പറയണം കേട്ടോ. വായ നിറച്ച് പറയേണ്ട ഒരു ലെറ്ററാണ് ദ്വ. ഓക്കെ, വൽ അർദ.
ബിഖാദിരിൻ ഇവിടെ സാധാരണ മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി കൊടുക്കുക. ബിഖാദിരിൻ ഇവിടെ നോക്കൂ, റോയിൻ്റെ അടിയിൽ രണ്ട് കിസ്ര ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഖാദിരിൻ റിൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. അല ഇവിടെ നോക്കൂ, അല ഇവിടെ ഒരു പദത്തിൽ മദ് വന്നു, മദ്ദക്ഷരം വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ ഏതാ നിയമം? മദ് മുൻഫസിൽ 2 ഹറക്കത്ത് മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ. അല അൻ യഖ്ലുഖ നോക്കൂ, അൻ യഖ്ലുഖ നൂനിന് ശേഷം യ ആണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. അയ്യ അയ്യ ഇങ്ങനെ. ഓക്കെ. അയ്യ. ഓക്കെ. അയ്യഹ് ഇനി സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. അയ്യഖ്ലുഖ മിസ്ലഹും യഖ്ലുഖ മിസ് സ പറയുമ്പം കാറ്റിങ്ങനെ പല്ലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ പറയണം. മിസ്ലഹും. ഓക്കെ. മിസ്ലഹും ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ ചേർത്തി ഓതിപ്പോവാവുന്നതാണ്. ഓക്കെ. മിസ്ലഹും ബല വഹുവൽ ഖല്ലാഖുൽ അലീം. വഹുവ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ബല ബലേൻ്റെ ഉള്ളിൽ ഒരു അലിഫുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ബല വഹുവ ഇവിടെയൊക്കെ വഹുവ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ഉച്ചരിക്കാൻ കേട്ടോ. വഹുവൽ ഖല്ലാഖുൽ അലീം. ലാമിന് ശ്രദ്ധയുണ്ട്, രണ്ടനക്കം നീട്ടാനും ഉണ്ട്. അപ്പോൾ ഖല്ലാഖുൽ. ഓക്കെ. ഒന്ന് കനപ്പിക്കുകയും ചെയ്യുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക കേട്ടോ. ഖല്ലാഖുൽ അലീം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. 82-ാമത്തായ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. തജ്വീദ് ഒന്ന് നോക്കാം. ഇന്ന നമ്മൾ പഠിച്ചതാണ്. നൂനിൻ്റെയും മീമിൻ്റെയും മുകളിൽ ശ്രദ്ധ വരുമ്പോൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മണിക്കണം. ഇന്നമാ അംറുഹു ഇവിടെ നോക്കൂ, ഒരു പദത്തിൽ മദ്ദക്ഷരം വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ നമ്മൾ പഠിച്ചു അല്ലേ, കുറേ നമ്മൾ പറഞ്ഞു നോക്കി ആയത്തുകളിൽ. മദ് മുൻഫസിലാണ് അല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. അംറുഹു ഇവിടെ നോക്കൂ, ഒരു വാവിൻ്റെ മുകളിൽ മദ് അല്ലേ. ഇത് ഇവിടെ നമ്മൾ 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. അംറുഹു ഈ ഒരു ചിഹ്നം കണ്ടാൽ നമ്മളിവിടെ 5 അനക്കം നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ. അംറുഹു ഹഇന് ശേഷമാണ് ഈ ഒരു മദ് നമുക്ക് കാണാൻ കഴിയുള്ളൂ, ഹഇന് ശേഷം. ഓക്കെ. അംറുഹു ഇദാ അറാദ ഇവിടെ മദ് മുൻഫസിൽ, ഒരു പദത്തിൽ മദ്ദക്ഷരം വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഓക്കെ. ഇദാ അറാദ ശൈഅൻ അറാദ ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ശ്വാസത്തിൻ്റെ പ്രശ്നം കാരണം നിർത്തുകയാണെങ്കിൽ നമുക്കിവിടെ എന്ന് പറഞ്ഞ് നമുക്ക് 2 അനക്കം നീട്ടി നിർത്താവുന്നതാണ്, ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ കൂട്ടി ഓതി പോകുമ്പോൾ എങ്ങനെ ഓതും? ഷൈഅൻ. കാരണം എന്താണ്? 2 ഫത്ഹകളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളവിടെ ഷൈഅൻ അറാദ ഷൈഅൻ. ഓക്കെ. ഷൈഅൻ അൻ യഖൂല നൂനിന് ശേഷം യാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുൻപുള്ള ആയത്തിൽ പറഞ്ഞു അല്ലേ, മണിച്ചു കൂട്ടിച്ചേർക്കണം. അൻ യഖൂല ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക. വാവ് മദ് വന്നിട്ടുണ്ട്. അൻ യഖൂല ലഹു
ഇവിടെ നോക്കൂ ഹന് ശേഷം ഒരു കുഞ്ഞു വാവുണ്ട് അല്ലേ, ഇവിടെയും രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. യഖൂല ലഹു കുൻ ഫയകൂൻ. ഇവിടെ നൂനിന്റെ മുകളിൽ സുക്കൂനൊന്നുമില്ല അല്ലെ, അപ്പൊ നമ്മൾ എങ്ങനെയാ ഓതുക പറഞ്ഞത്? കുൻ കുൻ എന്ന് നാവ് മുകളിൽ തട്ടരുത്. കുൻ ഫയകൂൻ. ഓക്കെ. 83-ാമത്തായ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഓക്കെ. ഫസുബ്ഹാന, ബഇന് സുക്കൂനുണ്ട്, ഫുള്ള് സുക്കൂന് കൊടുക്കണം, കാരണം കൽക്കലയുടെ ലെറ്ററാണ് ബ. ഓക്കെ. ഫസുബ്ഹാന ഫുള്ള് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഫസുബ്ഹാനല്ലദീ, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടിക്കൊടുക്കാവുന്ന സാധാരണ മദ്ദുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി, ഇവിടെ നോക്കൂ ഹന് ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ബിയദിഹി മലകൂതു, വൗ മദ് രണ്ടനക്കം നീട്ടുക. മലകൂതു കുല്ലി ശൈഇൻ, ഇവിടെ നോക്കൂ തെൻവീനു ശേഷം വാവു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. ശൈഇൻ വഇലൈഹി തുർജഊൻ, ശൈഇൻ വഇലൈഹി തുർജഊൻ. ഓക്കെ. മദ് ആരിലാണ്, നന്നായിട്ട് നീട്ടി ഓതുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സൂറത്തു യാസീൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും റമളാൻ മാസത്തിൽ നമ്മുടെ ഈ തജ്വീദ് ക്ലാസ്, യാസീൻ തജ്വീദ് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.